ചുറ്റും വെള്ളമുണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്ത് നിവാസികൾ. വർഷങ്ങളായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പലകുറി സമരങ്ങൾ ചെയ്തു. മന്ത്രിമാർക്ക് മാത്രമല്ല പ്രധാനമന്ത്രിക്ക് വരെ പരാതി നൽകി. എന്നിട്ടും പരിഹാരമില്ലാതായതോടെ ഇനി എന്ത് എന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് ഇക്കാണുന്നത്. വെള്ളമില്ലാത്തതിനാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കുളിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. തൃശൂരിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുരം പഞ്ചായത്തിലാണ് വെള്ളമില്ലാത്തതിനാൽ വർഷങ്ങളായി ഇവിടത്തുകാർ ദുരിതത്തിലായിരിക്കുന്നത്. വെള്ളത്തിൻ്റെ വരം അങ്ങനെയാണ്, ഞങ്ങളുടെ കഷ്ടപ്പാട് പറയാനില്ല. അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കണത്. എന്ത് ചെയ്യാ, ഒരാൾ പണിക്ക് പോയാൽ എന്ത് കിട്ടും? ഈ 650 ഉറുപ്പ്യ കൊടുത്ത് വെള്ളം മേടിക്കണം. പിന്നെ എന്ത് ചെയ്യും? ഞങ്ങളുടെ ജീവിതം നടക്കണം. ഇക്കാണുന്ന പൈപ്പിൽ നിന്ന് ഇറ്റുവീഴുന്ന തുള്ളികളിലാണ് തൊണ്ട നനച്ചുള്ള ആലാഗോതുരുത്തുകാരുടെ ജീവിതം. 4 ദിവസമായി പൈപ്പ് തുറന്നു വച്ചിട്ട് ഇന്നലെ രാത്രിയാണ് വെള്ളം തുള്ളിയിട്ടു തുടങ്ങിയത്. നിരനിരയായുള്ള കുടങ്ങളിൽ പലതും കാലിയാണ്. നാളെ ഇതുവഴിയുള്ള പൈപ്പിന്റെ വാൽവ് പൂട്ടും. 5 ദിവസം മറ്റിടങ്ങളിൽ ജലവിതരണം. അടുത്ത 5 ദിവസം വീണ്ടും ഇവിടേക്ക് ജലവിതരണം. തുള്ളിയിട്ട് വെള്ളമെത്തുമ്പോഴേക്കും ആ 5 ദിവസവും കഴിയും. പതിവ് പോലെ വറ്റിവരണ്ട കുടങ്ങൾ ബാക്കിയാകും. വെള്ളമില്ലാന്നല്ല, വെള്ളം ഒരു വർഷങ്ങളായിട്ട് വെള്ളത്തിന്റെ ക്ഷാമം ഈ ഗ്രാമത്തിലുണ്ട്, ഈ വാർഡിലുണ്ട്. ഈ വാർഡല്ല 11, 10, 9 വാർഡുകളിലൊക്കെ വെള്ളക്ഷാമമുണ്ട്. പക്ഷെ വെള്ളക്ഷാമം ഇത്ര രൂക്ഷമായത് ഇപ്പം അടുത്ത കാലത്ത് ഒരു 4-5 വർഷമായിട്ടുള്ള ഇത്ര രൂക്ഷമായത്. 400-ലധികം കുടുംബങ്ങളാണ് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആലാഗോതുരത്തിൽ താമസിക്കുന്നത്. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട ആലാഗോതുരത്തിലെ സ്ഥിതി ദയനീയവും. വീട്ടാവശ്യത്തിന് പോലും വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥ. ഇവരെല്ലാവരും കൃത്യമായിട്ട് ബില്ലടയ്ക്കുന്നവർ, ആരും ബില്ലടയ്ക്കാത്തവരില്ല. എല്ലാവരും ബില്ലടയ്ക്കുന്നുണ്ട്. 600, 650 രൂപ, 1500 ലിറ്റർ വെള്ളത്തിനാണത്. ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ കൂലിപ്പണിക്കാരൻ, 90% ആൾക്കാരും കൂലിപ്പണിക്കാരൻ. 800 രൂപ, 700 രൂപ, 900 രൂപ കൂലി കിട്ടുന്നവർ. ആഴ്ച 2 പ്രാവശ്യം വെള്ളം അടിക്കണം. ഒരു മാസം എത്ര രൂപ ചെലവ് വരും? ഇവരെ ജീവിതത്തെ ചെലവിന് പോലും പൈസ ഇല്ലാത്ത ജനങ്ങളാണ് ഈ ആഴ്ചയിൽ 2 പ്രാവശ്യം 1200 രൂപ വെള്ളത്തിന് മാത്രം ചെലവാക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ തുടങ്ങി പ്രധാനമന്ത്രിക്ക് വരെ പരാതി നൽകി. നവകേരള സദസ്സിൽ പ്രദേശവാസികൾ ഒപ്പിട്ട് നിവേദനവും. എന്നാൽ തീരദേശപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാലാണ് കുടിവെള്ളം മുടങ്ങുന്നതെന്ന സാങ്കേതിക കാരണം കാട്ടി നവകേരള സദസ്സിലെ പരാതി അവസാനിപ്പിച്ചു. ഹൈവേ നിർമ്മാണം ഇവർ ഇവിടുത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിറാണ്. ഹൈവേ നിർമ്മാണമല്ല, ഹൈവേ നിർമ്മാണം തുടങ്ങിയിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ, 1.5 കൊല്ലമായിട്ടുള്ളൂ. ഈ 1.5 കൊല്ലത്തിന് മുമ്പ് ഈ വെള്ളത്തിന്റെ ക്ഷാമമുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാണ് ഇവർ. നിരന്തര സമരങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് ടാങ്ക് നിർമ്മിച്ച് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശത്തിലേക്ക് വാട്ടർ അതോറിറ്റി എത്തി. പ്രദേശത്ത് തന്നെ 3 സെന്റ് സ്ഥലവും കണ്ടെത്തി. പക്ഷേ ഒന്നും നടപ്പായില്ല. പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും പറഞ്ഞ് 3 സെന്റ് സ്ഥലം കണ്ടെത്തി തരുകയാണെങ്കിൽ അവർ ടാങ്ക് പണിതരാം, ആ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് പമ്പിങ് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ സമീപിച്ചിരുന്നു. അപ്പുറത്തും ഒരു സ്ഥലം കണ്ടെത്തി, ഇപ്പുറത്തും സ്ഥലം കണ്ടെത്തി. അപ്പോൾ കൂടുതൽ പോസിബിളായ സ്ഥലം ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോനാക്കുഴി ബഷീർക്ക ഒരു 3 സെന്റ് സ്ഥലം, ആ സ്ഥലം കണ്ടെത്തി കഴിയുന്നവരും ഇവർ അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞില്ല. കണ്ടെത്തി കഴിഞ്ഞ് സ്ഥലം ആസ്തിയിലായപ്പോൾ വാട്ടർ അതോറിറ്റി ആൾക്കാർ കൊണ്ട് പറഞ്ഞു ആ സ്ഥലത്തേക്ക് അവിടെ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് തരാനുള്ള വെള്ളം ഉണ്ടാവില്ല, അത് സാങ്കേതികമായി നടപ്പാവില്ലാണ്ട് ആ പദ്ധതി തന്നെ ആ സ്ഥലം ഗവൺമെൻറ് കയ്യിലാവുകയും ഈ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വന്നു. ഹൈക്കോടതി ഇടപെട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം നൽകണമെന്ന് ഉത്തരവിട്ടെങ്കിലും അതും നടപ്പായില്ല. വേനൽ കൂടി ശക്തമാകുന്നതോടെ എന്തു വേണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ആലാഗോതുരുത്തുകാർ. ചുറ്റും വെള്ളമുണ്ട്, പക്ഷേ കുടിവെള്ളം മാത്രമില്ല. ഇവിടത്തുകാർക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ, തൊണ്ട നനയ്ക്കാനെങ്കിലും ഇത്തിരി കുടിവെള്ളം ലഭ്യമാക്കണം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. വേനൽ കടുത്തതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ഈ കുടുംബങ്ങൾ നേരിടുന്നത്. കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. എത്രത്തോളം ദുരിതത്തിലാണ് അവർ എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. എന്നും വലിയ തുക മുടക്കി വെള്ളം വാങ്ങാനുള്ള ശേഷിയുള്ളവരുമല്ല അവർ. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വലിയ ദുരിതമാണ് അവരെ കാത്തിരിക്കുന്നത്. കേൾക്കാം പ്രതികരണങ്ങൾ.
ഇവിടെ കാലാകാലമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി ഇത്തവണ ഇത് ഭയങ്കരമായിട്ട് ഒരു 2 വർഷത്തോളമായിട്ടൊക്കെ വളരെ രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. വാട്ടർ അതോറിറ്റിയിൽ, കളക്ടറേറ്റിൽ, അങ്ങനെ പലവിധ സമരങ്ങളുണ്ടായി. സമരത്തേക്ക് പങ്കെടുത്തവർക്കൊക്കെ വാറണ്ട് വന്ന് അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പ്രശ്നം മാത്രം ഒട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു 500ഓളം വീട് ഈ വാർഡിലുണ്ടെങ്കിലേ അതിൽ 200 വീടോളം വാടകക്കാരാണ്. അവരൊക്കെ വന്ന് താമസിച്ചിട്ട് വെള്ളവും മേടിക്കണം, വാടകയും കൊടുക്കുക. കാരണം ഇവിടെ തന്നെ സ്ഥലം വിട്ട് പോവുകയാണ്. ഇവിടെ നിലവിലുള്ള വീട്ടുകാരും വിറ്റ് പോകേണ്ട ഗതികേട്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വെള്ളം വരാതിരുന്നാൽ എല്ലാവരും ബുദ്ധിമുട്ടിയിലാണ്. ഇത്ര നാളായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട്. ഇവരൊക്കെ പറഞ്ഞതിൽ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഞങ്ങൾക്ക് വേറെ ഒരു വെള്ളം കിട്ടാൻ മാർഗ്ഗമില്ല. ഈ വെള്ളം തന്നെ കിട്ടണം ഞങ്ങൾക്ക്. ഇപ്പം വെള്ളം അവിടെയൊക്കെ ഒരാഴ്ച എത്തുമ്പോൾ വെള്ളം വന്നാൽ 3 ദിവസം ഇവിടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവിടേക്ക് എത്തും. ഇത്തിരി നൂല് പോലെ ഇവരിന് കണ്ടില്ല, അതേപോലെ വരും. പല പ്രാവശ്യം MLA ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു വിടും. കുറച്ച് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യും. ഒരു വാൽവാടം മാറ്റി ഇവിടെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം വരും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം കുറച്ച് പരിഹരിക്കപ്പെടും. അത് കൃത്യമായിട്ട് നടന്നു പോകുന്ന കാര്യമാണ്.